വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് 18 ചാനലിൽ കാവ്യവൽക്കരണം. ചാനലിന്റെ നയവും നടത്തിപ്പ് രീതിയും മാറുന്നു. മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി ഉള്ളടക്കം മാറ്റണമെന്ന് നിർദ്ദേശം. CPIM-നെ കേരളത്തിലെ മുഖ്യ എതിരാളിയായി കാണണമെന്നും റിലയൻസ് നിർദ്ദേശം നൽകി. റിലയൻസ് ഉടമസ്ഥൻ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് 18 ചാനലിലാണ് കാവ്യവൽക്കരണം നടത്താൻ ഉന്നതതല യോഗത്തിൽ ധാരണയായത്. ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഒരു നക്ഷത്ര ഹോട്ടലിലായിരുന്നു യോഗം ചേർന്നത്. അംബാനിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നയവും നിലപാടും നടത്തിപ്പ് രീതിയും മാറ്റാൻ യോഗത്തിൽ അംബാനിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത ആൾ ചാനലിന്റെ കേരള മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. മോദിയുടെ വ്യക്തിപ്രഭാവത്തെ സ്തുതിച്ചുകൊണ്ട് കാവ്യ അജണ്ടയ്ക്ക് അനുസൃതമായ വാർത്തകൾ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തണമെന്നും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇതിനു മുന്നോടിയായി കേരളത്തിലെ പരിവാർ പ്രസ്ഥാനങ്ങളുമായി അഭേദ്യ ബന്ധമുള്ള ഒരു മാധ്യമപ്രവർത്തകനെ ചാനലിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ചരടുവലികൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. CPIM-ന്റെ നേതൃത്വത്തെ കടന്നാക്രമിച്ചും പുരോഗമന വീക്ഷണം പുലർത്തുന്ന ഇടത് സഹയാത്രികരെയും മാധ്യമപ്രവർത്തകരെയും കേന്ദ്രീകരിച്ച് നീങ്ങാനും അണിയറയിൽ നീക്കമുണ്ട്. ഇതിനായി രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള വീറുള്ള ഉള്ളടക്കം വേണമെന്നാണ് മേധാവിമാരുടെ യോഗത്തിൽ ധാരണയായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നീങ്ങാനാണ് ന്യൂസ് 18 കേരളത്തിന്റെ മേധാവിമാരുടെ തീരുമാനം. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ഭൂമിയുള്ള ബന്ധുക്കൾക്ക് ക്രമരഹിതമായി ഭൂമി നൽകിയെന്ന ആക്ഷേപത്തിൽ മുൻമന്ത്രി PK ജയലക്ഷ്മിക്കെതിരെ വിജിലൻസ് അന്വേഷണം. 2010 മുതൽ നടന്ന വയനാട്ടിലെ എല്ലാ ആദിവാസി ഭൂമി ഇടപാടും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി. വിജിലൻസിന്റെ കോഴിക്കോട് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. മുൻമന്ത്രി PK ജയലക്ഷ്മിയുടെ ഭൂമിയുള്ള ബന്ധുക്കൾക്ക് ഭൂരഹിതരില്ലാത്ത പദ്ധതിയിൽ ഭൂമി നൽകിയ സംഭവത്തിലാണ് വിജിലൻസിന്റെ അന്വേഷണം ആരംഭിച്ചത്. വിജിലൻസിന്റെ ഉത്തരമേഖലാ യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. വിവരാവകാശ പ്രവർത്തകനായ പായ്ച്ചർ നവാസ് എന്ന വ്യക്തി പദ്ധതിയിലെ ക്രമക്കേടുകളെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിച്ചിരുന്നു. ഭൂരഹിതരില്ലാത്ത പദ്ധതി വഴി സർക്കാർ ഭൂമി കൈപ്പറ്റിയ 80% ആളുകളും അനർഹരാണെന്നും ഇതിൽ പലരുടെയും പേരിൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ളതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ പരിശോധിച്ച് UDF സർക്കാരിന്റെ കാലത്ത് നടന്ന മുഴുവൻ ഭൂമിദാനങ്ങളും അന്വേഷിക്കാനാണ് പരാതിയിലെ ആവശ്യം. PK ജയലക്ഷ്മിയെ കൂടാതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അടൂർ പ്രകാശ്, മുൻ ചീഫ് സെക്രട്ടറിമാരായ EK ഭരത്ഭൂഷൺ, ജിജി തോംസൺ, 2010 മുതൽ 2016 വരെ വയനാട് കളക്ടർമാരായിരുന്നവർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് പരാതി നൽകിയിരിക്കുന്നത്. പദ്ധതിയിലെ ക്രമക്കേടുകളെപ്പറ്റി വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. S. ജീവൻകുമാർ, തിരുവനന്തപുരം. 500,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ സർക്കാർ നടപടി ജനം സ്വീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി. ജപ്പാൻ സന്ദർശന വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നീക്കം സ്വിസ് ബാങ്കുകളിലാണ് നടത്തേണ്ടതെന്ന് ശിവസേനയും ആരോപിച്ചു. 500,000 രൂപ നോട്ടുകൾ പിൻവലിച്ചുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിപക്ഷം ആരോപണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയത്. കള്ളപ്പണത്തിനെതിരെയുള്ള ശുചിത്വ പരിപാടിയാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ നീക്കം ജനം സ്വീകരിച്ചെന്നും ജപ്പാൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. भाइयों बहनों, ये बहुत बड़ा स्वच्छता का अभियान है. ये किसी को परेशान करने के लिए नहीं है. तकलीफ हुई है, तकलीफ तो होती, मुझे भी अंदाज, मैंने पहले दिन भी कहा था, जब 8 तारीख को मैंने राष्ट्र के नाम संबोधन किया तब भी कहा था कि इतना बड़ा देश है, 50 दिन दिए हैं, जल्दबाजी करने की जरूरत नहीं है. 50 दिन दिए हैं, जाकर के अपने जो ईमानदारी के हक के पैसे हैं वो जमा कराएं, बदले में उनको खाते में पैसे आ जाएंगे. കള്ളപ്പണത്തിനെതിരെയുള്ള സർക്കാർ നടപടിയെ വിമർശിക്കാൻ ജനങ്ങളെ ചിലർ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം നോട്ട് പിൻവലിക്കലിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതെന്നും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. സർക്കാർ നോട്ടുകൾ പിൻവലിക്കുന്നതിന് മുൻപേ വിവരങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ചോർത്തി നൽകിയിരുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. അതേസമയം കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്ക് സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലാണ് നടത്തേണ്ടതെന്ന പ്രതികരണവുമായി ശിവസേനയും രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് റദ്ദാക്കൽ ഒറ്റ രാത്രി കൊണ്ടുള്ള തീരുമാനമല്ലെന്ന് ധനമന്ത്രി. ഇതിനായി ജനങ്ങൾ സഹകരിക്കണമെന്നും അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി. ATMs को रिकैलिब्रेट करने में थोड़ा टाइम लगता है क्योंकि नए नोट्स की टेक्नोलॉजी उसमें फिट होने का उसका एक लीड टाइम होता है, वो ओवरनाइट नहीं हो सकता. लेकिन जैसा मैंने आपको बतलाया कि करोड़ों की संख्या में बैंकिंग सिस्टम, पोस्ट ऑफिस सिस्टम कस्टमर्स को एंटरटेन कर रहा है और ये कई दिनों तक चलता रहेगा. और हर व्यक्ति की जो पैसा बैंकिंग सिस्टम में आता है वो बिल्कुल सुरक्षित है.
കറൻസി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ വ്യാപാരികൾ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടും. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സാധാരണ ജനങ്ങളെയും വ്യാപാരികളെയും വലച്ചതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. നോട്ട് പിൻവലിച്ചതിനു ശേഷം സംസ്ഥാനത്തെ ദൈനംദിന വ്യാപാരം പാടെ തകർന്നു കിടക്കുകയാണ്. നല്ല നിലയിൽ വ്യാപാരം നടന്ന സ്ഥാപനങ്ങളിൽ പോലും ഈ ദിവസങ്ങളിൽ നാമമാത്രമായാണ് വിൽപ്പന. ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതും ഉള്ള നോട്ടുകൾ മാറിയെടുക്കാൻ പറ്റാത്തതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ബാങ്കിൽ നിന്ന് അപൂർവം പേർക്ക് ലഭിക്കുന്ന 2000-ന്റെ നോട്ടുകൾ മാറ്റിയെടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലുമാണ്. വിനിമയത്തിന് പണമുണ്ടായില്ലെങ്കിൽ തുടർ ദിവസങ്ങളിലെ എല്ലാ വ്യാപാരവും നിലയ്ക്കും. സംസ്ഥാനത്ത് പണമിടപാടുകൾക്കായി ജനം 4ാം ദിനത്തിലും നെട്ടോട്ടമോടുന്നു. 100-ന്റെ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം ബാങ്കുകൾക്കും തിരിച്ചടിയായി. എപ്പോൾ നോട്ടുകൾ എത്തിക്കുമെന്നതിൽ RBI കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നതാണ് പരാതി. ഇതേ തുടർന്ന് പല ATMകളിലും പണമില്ലാത്തതിനാൽ നേരത്തെ പൂട്ടി. ബാങ്കുകളിലാകട്ടെ രാവിലെ മുതൽ ആരംഭിച്ച തിരക്ക് അവസാനിക്കുന്നുമില്ല. ഈ മാസം 8-ാം തീയതി രാത്രിയോടെ കേന്ദ്രം പിൻവലിച്ച 500-1000 രൂപ നോട്ടിന്റെ പ്രത്യാഘാതത്തിൽ നിന്നും ജനം ഇനിയും കരകയറിയിട്ടില്ല. സംസ്ഥാനത്തും ATMകളിൽ നിന്ന് പണമെടുക്കുന്നതിനും ബാങ്കുകളിൽ പണമിടപാട് നടത്തുന്നതിനുമായി ജനങ്ങൾ 4ാം ദിനത്തിലും നെട്ടോട്ടമോടുകയാണ്. ഈ സാഹചര്യത്തിൽ 100-ന്റെ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം ബാങ്കുകൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. 500-1000 രൂപ ഉണ്ടായിരുന്നപ്പോൾ ഒരു ATMൽ 48 ലക്ഷം രൂപ വരെ നിറച്ചിരുന്നു. എന്നാൽ അത് 100-50 എന്നാക്കിയപ്പോൾ 4 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങി. ഇതോടെ 225 പേർക്ക് മാത്രമാണ് ഒരു ATMൽ നിന്നും 2000 രൂപ പിൻവലിക്കാനാവുക. എപ്പോൾ 100 രൂപ ബാങ്കുകളിൽ എത്തിക്കുമെന്നതിൽ RBI കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നാണ് ബാങ്കുകളുടെ പരാതി. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ പല ATMകളിലും പണമില്ലാത്തതിനാൽ ഭാഗികമായി പ്രവർത്തനം നിലച്ചു. എന്നാൽ ബാങ്കുകളിൽ രാവിലെ മുതൽ 4ാം ദിനത്തിലും തിരക്കിന് കുറവുണ്ടായില്ല. ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയി. ഇന്നലെ വലിയ ക്യൂ ആയിരുന്നു. ആ ക്യൂ കൊണ്ട് പേടിച്ച് തിരിച്ചു പോയതാ. ATM വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പറയുന്നത് ഇന്നാകും നാളെയാകും. ഇന്നലെ വൈകിട്ട് പറഞ്ഞിരുന്നേരം 3 മണിയാകുമ്പോൾ പിന്നെ പലരും പോയി പലരുടെ ബാങ്ക് SBT പോയി എടുത്തിട്ടുണ്ട്. 2ാം ശനിയായ ഇന്നും ഞായറാഴ്ചയായ നാളെയും ബാങ്കുകൾ പ്രവർത്തിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള അവസാനവട്ട ശ്രമമാണ് RBI നിർദ്ദേശപ്രകാരം ബാങ്കുകൾ ചെയ്യുന്നത്. എന്നാൽ 100 രൂപയ്ക്ക് നേരിടുന്ന ക്ഷാമം പരിഹരിക്കാതെയും പുതിയ 500-ന്റെ നോട്ടുകൾ ATMൽ എത്തിക്കാതെയും പ്രശ്നപരിഹാരം വേഗത്തിൽ സാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ. ഷീജ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. കേരള കേബിൾ TV ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന 5ാമത് ABCD എക്സ്പോ ഇന്ന് കൊച്ചിയിൽ സമാപിച്ചു. ബ്രോഡ്ബാൻഡിന്റെ അനന്ത സാധ്യതകൾ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യകളിൽ ഓപ്പറേറ്റർമാർക്ക് അവബോധം ഉണ്ടാക്കുന്നതിനായി വിവിധ സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. പൊതുജനങ്ങളിൽ നിന്നടക്കം വൻ സ്വീകാര്യതയാണ് എക്സ്പോയ്ക്ക് ലഭിച്ചത്. കൊച്ചി കലൂരിൽ 10-ാം തീയതി ആരംഭിച്ച ഓൾ ഇന്ത്യ ബ്രോഡ്ബാൻഡ് കേബിൾ TV ആൻഡ് ഡിജിറ്റൽ എക്സിബിഷൻ വലിയ ജനശ്രദ്ധ ആകർഷിച്ചു മുന്നേറുകയാണ്. ഡിജിറ്റലൈസേഷനിലേക്ക് കടക്കുന്നതിനാണ് കഴിഞ്ഞ മേളകൾ പ്രാധാന്യം നൽകിയതെങ്കിൽ ഡിജിറ്റലൈസേഷൻ പൂർണ്ണമാകുന്നിടത്ത് സംജാതമാകുന്ന സാധ്യതകൾ അന്വേഷിക്കുകയാണ് ഇത്തവണത്തെ എക്സിബിഷൻ. KCF സംസ്ഥാന ജനറൽ സെക്രട്ടറി R. സുനിൽകുമാർ. ഓരോ കൊല്ലം നൂതനമായ ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ എക്സിബിഷനുകൾ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് ഇപ്പോൾ ബോംബെ, ഡൽഹി പോലുള്ള എക്സിബിഷനുകളിൽ പോയി മുഴുവൻ കാണാനും അത് പരിചയപ്പെടാനും ഉള്ള അവസരം കുറവാണ്. ബ്രോഡ്ബാൻഡ് സേവനത്തിന്റെ അനന്ത സാധ്യതകൾ, ഇൻട്രാനെറ്റിന്റെ സൗകര്യങ്ങൾ, നൂതന സാങ്കേതിക വിദ്യയായ OTT ടെക്നോളജിയുടെ ലൈവ് ഡെമോ എന്നിവയെല്ലാം മേളയുടെ പ്രത്യേകതകളാണ്. കുറഞ്ഞ ചെലവിൽ ആശയവിനിമയം സാധ്യമാകുന്ന മൊബൈൽ ആപ്പുകളും എക്സിബിഷനിൽ പരിചയപ്പെടുത്തുന്നു. കേബിൾ TV ബ്രോഡ്ബാൻഡ് രംഗത്തെ 32 കമ്പനികൾ 65 സ്റ്റാളുകളിലായി എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ പ്രമുഖരും ഇതിൽ ഉൾപ്പെടുന്നു. നിരവധി പ്രോഡക്റ്റ് ലോഞ്ചുകൾ, നൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന വിവിധ സെമിനാർ സെഷനുകൾ, ഊർജ്ജ സംരക്ഷണ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി സാധാരണക്കാർ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങി ആയിരങ്ങളാണ് എക്സിബിഷന്റെ ഭാഗമാകാനെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.